മുത്തശ്ശി കഥയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് കായംകുളം കൊച്ചുണ്ണിയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? കായംകുളം കൊച്ചുണ്ണിയുടെ കഥകള് നമ്മള് ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരും പറഞ്ഞ് കഥകള് കേട്ടിട്ടുണ്ടാവും. എൻ്റെ അച്ഛനൊക്കെ എനിക്ക് ഇഷ്ടംപോലെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, കായംകുളം കൊച്ചുണ്ണിയുടെ കഥകൾ. നമ്മളിപ്പോ ഈ കായംകുളം കൊച്ചുണ്ണി ഇപ്പോഴും നമുക്ക് അറിയാം. അത് പക്ഷെ 1000-ത്തിലധികം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ആള് ഇവിടെ നമ്മുടെ കേരളത്തില് ജീവിച്ചിരുന്നത്. കൊല്ലവർഷം 993 എന്നാണ് പറയുന്നത്. ഒരു കർക്കട മാസത്തിലെ അമാവാസി നാളില് അർദ്ധരാത്രിയിലാണ് അത്ര കായംകുളം കൊച്ചുണ്ണി ജനിച്ചത്. അത് കാർത്തികപ്പള്ളി താലൂക്കില്. കൊച്ചുണ്ണിയുടെ വീട്ടില് പിതാവും വലിയ അക്രമിയായിരുന്നു, കള്ളനായിരുന്നു അച്ഛനും. കൊച്ചുണ്ണിയുടെ അച്ഛൻ കള്ളനായിരുന്നു. കട്ടുകൊണ്ട് വന്നിട്ടാണ് അയാള് അഷ്ടിക്ക് ഉള്ളത് ഉണ്ടാക്കിയിരുന്നത്. ഒരു ദിവസം കക്കാനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അന്ന് പട്ടിണിയാണ് കുടുംബം. അങ്ങനെയാണ് ഈ കൊച്ചുണ്ണിയുടെ അച്ഛനും ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് അതുകൊണ്ട് ഒരു സമ്പാദ്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയില് ഒന്നും മോഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം പട്ടിണി കുടുംബം. അങ്ങനെയാണ്. അതുകൊണ്ട് ഈ സമ്പാദ്യം ഒന്നും ഉണ്ടാവാതിരുന്നത് കൊണ്ട് തന്നെ മകനെ പഠിപ്പിക്കാനും ഒരു വിദ്യാഭ്യാസം കൊടുക്കാനോ ഒന്നിനും സാധിച്ചില്ല ആ അച്ഛന്. മോശമായിരുന്നു സ്ഥിതിഗതികൾ. അങ്ങനെ കൊച്ചുണ്ണിക്ക് ഏകദേശം ഒരു 10 വയസ്സ് വരെയൊക്കെ കുടുംബത്തിൽ നിന്നു കൊച്ചുണ്ണി. ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് അന്ന് 10 വയസ്സ് വരെ വിശപ്പ് സഹിച്ച് ഭക്ഷണത്തിനൊന്നും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കൊച്ചുണ്ണി വളർന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ അടുത്തുള്ള ഒരു പ്രദേശമാണ് ഏവൂര് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇപ്പോഴും ഏവൂരുള്ളവരെയൊക്കെ എനിക്കറിയാം. ആ കായംകുളത്തും അതുപോലെ ഈ കാർത്തികപ്പള്ളിയിലും ഒക്കെ ഉള്ളവര് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കമന്റ് ആയിട്ട് ഇടൂ കേട്ടോ, അഭിപ്രായം അറിയിക്കുക. ഏവൂര് എന്ന സ്ഥലത്ത് എത്തി. അവൻ അവിടെ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു തമിഴ് ബ്രാഹ്മണന്റെ ഗൃഹത്തിലെത്തി. ആ ബ്രാഹ്മണന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു മുഹമ്മദീയനാണ്, മുസ്ലിമാണ്. ദാരിദ്ര്യം കൊണ്ട് ഒരു നിവൃത്തിയില്ലാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. എനിക്ക് വിശപ്പ് വല്ലാതെ സഹിക്കാൻ പറ്റാണ്ടായിരിക്കണു, വിശപ്പ്, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. ആ ബ്രാഹ്മണനാണെങ്കിൽ ഒരു സാധു ദയാലുവായിരുന്നു ആ ബ്രാഹ്മണൻ. കൊച്ചുണ്ണിയുടെ ഈ പറച്ചില് കേട്ടപ്പോ വിശന്ന് വലഞ്ഞിട്ട് വരണ ആൾക്ക് എന്തായാലും നമ്മൾ ആരായാലും കൊടുക്കും അല്ലെ? അപ്പൊ അന്ന് അവിടെ ചോറ് വാർത്ത് വെച്ചിട്ടുള്ള കഞ്ഞി ഉണ്ടായിരുന്നു, അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കഞ്ഞിയില് കുറച്ച് വറ്റും ഇട്ട് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് അദ്ദേഹം ഇവന് കൊണ്ട് കൊടുത്തു. കൊച്ചുണ്ണിക്ക് വയറ് നിറയുന്നത് വരെ കൊടുത്തു. ആ കഞ്ഞി അന്ന് കൊച്ചുണ്ണിക്ക് പഞ്ചാമൃതം പോലെ ആയിരുന്നു. അത്രയ്ക്ക് വിശന്ന് വലഞ്ഞിട്ടാണ് അന്ന് അവൻ അവിടെ എത്തിയത്. കഞ്ഞി കൂടി കഴിഞ്ഞപ്പോ ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിയോട് ചോദിച്ചു, ആഹാരത്തിനുള്ള വക നിനക്ക് ദിവസവും കിട്ടുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ പറ്റുമോ? വീട്ടിൽ പോകണ്ട, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കൊച്ചുണ്ണിക്ക് സന്തോഷായി. ആഹാരത്തിനുള്ള വക കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ സമ്മതിച്ചു. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ നടയില് ഒരു പീടിക നടത്തിയിരുന്ന ഒരാളുണ്ട്. ആ പീടികയില് കൊണ്ടുപോയി ഇവനെയും കൊണ്ട് പോയി. അപ്പൊ ആ പീടികക്കാരനോട് പറഞ്ഞു, ഇവന് ഒരു പാവപ്പെട്ട മുസ്ലിം പയ്യനാണ്, അവന് ആഹാരത്തിന് വല്ലതും കൊടുത്താ ഇവിടെ താമസിച്ചോളും എന്ന് പറഞ്ഞിട്ട് അവനെ ആ പീടികക്കാരനെ ഏൽപ്പിച്ചു. അയാളും സമ്മതിച്ചു, ആ പീടികക്കാരനും സമ്മതിച്ചു. അവനെ അങ്ങനെ അവിടെ താമസം തുടങ്ങി.
കൊച്ചുണ്ണിക്ക് അങ്ങനെ ആദ്യം ആ പീടികയിലെ സാധനങ്ങൾ എടുത്തു കൊടുക്കലായിരുന്നു ജോലി. ആ ജോലി അവൻ എത്ര നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്തു. അപ്പൊ മുതലാളിക്ക് വലിയ സന്തോഷമായി, അവനോട് ഒരു സ്നേഹവും ഒക്കെ തോന്നി തുടങ്ങി. കൊച്ചുണ്ണിക്ക് ഭക്ഷണവും വസ്ത്രവും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാം കൃത്യമായിട്ട് അദ്ദേഹം ആ കടക്കാരൻ കൊടുക്കുകയും ചെയ്തു. 1-2 കൊല്ലം അങ്ങനെ കഴിഞ്ഞപ്പോ അരി ചിപ്പം കെട്ടണ ജോലിയും അതുപോലെ കൊച്ചുണ്ണിയെ ചുമതലപ്പെടുത്തി. അതും എല്ലാം കൃത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും ഈ കൊച്ചുണ്ണി എന്ത് ജോലി ഏൽപ്പിച്ചാലും വൃത്തിയായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യും. അങ്ങനെ ആ കടയുടെ എല്ലാ ജോലികളും ചുമതലക്കാരൻ തന്നെ കൊച്ചുണ്ണിയായി തീർന്നു കുറച്ച് നാളുകൊണ്ട്. അത്രയും ആത്മാർത്ഥതയും വിശ്വാസം വന്നു ആ പീഡികക്കാരന്. ഈ കൊച്ചുണ്ണിയില് നല്ല വിശ്വാസമായി. ഒരു കള്ളത്തരവും ഇല്ല, അതുപോലെ എല്ലാം വേണ്ടതുപോലെ ചെയ്യും. അങ്ങനെയാണ്. എന്ത് ജോലി കൊടുത്താലും പ്രത്യേക ഒരു വാസനയാണ് ചെയ്യാന്, അത്രയ്ക്ക് ജാഗ്രതയാണ്. മുതലാളിക്ക് അങ്ങനെ അവനിലുള്ള ഒരു സന്തോഷവും വിശ്വാസവും ഒക്കെ അങ്ങനെ കൂടി വന്നു ദിവസം തോറും. അങ്ങനെ ഇരിക്കുമ്പോ ഒരിക്കല് മുതലാളി കച്ചവട സാമാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാനായി ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴയിൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വണ്ടി സൗകര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. കായൽ കടക്കണമെങ്കിൽ വഞ്ചിയില് വേണം പോവാന്, അല്ലെ? അപ്പോ വഞ്ചിയില് സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോരുമ്പോ, വഞ്ചിയിൽ ഇങ്ങോട്ട് പോരുമ്പോ വല്ലാണ്ട് കാറ്റും കോളും മഴയും എല്ലാം കൂടി തുടങ്ങി. വഞ്ചിയാണെങ്കിൽ കായലിന്റെ നടുക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഓളം ഇങ്ങനെ മല പോലെ വന്നിട്ട് ഇളകി മറിഞ്ഞു തുടങ്ങി. വഞ്ചിയില് വെള്ളം അടിച്ചു കയറി തുടങ്ങി. തോണി മുങ്ങും എന്നുള്ള സ്ഥിതിയായി. ആ തോണിക്കാരൻ അയ്യോ ഞാൻ വിചാരിച്ച ഒരു നിവൃത്തിയില്ലേ, കഴുക്കോല് കുത്തിയിട്ട് വഞ്ചി നേരെ നിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. നമ്മളെ ദൈവം രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് അവൻ അവിടെ ഇരുന്നു. തുഴയാൻ നിവൃത്തിയില്ലാണ്ട് അത്രയ്ക്കും കാറ്റും കോളും ആയിരുന്നു. അപ്പോ സാമാനങ്ങൾ പോണത് പോട്ടെ, നമുക്ക് ജീവനും പോകൂലോ എന്ന് പറഞ്ഞ് മുതലാളി കരയാൻ തുടങ്ങി. അപ്പോ കൊച്ചുണ്ണി പറഞ്ഞു, നിങ്ങള് പേടിക്കാതെയും കലശല് കൂട്ടാതെ ഇരിക്കാമെങ്കിൽ തോണി ഞാൻ കരയ്ക്കടുപ്പിക്കാം, മിണ്ടാതിരിക്കണം, അനങ്ങാതിരിക്കണം, നമുക്ക് പടച്ചോനുണ്ട് എന്ന് പറഞ്ഞു. ധൈര്യസമേതം വഞ്ചി അമരത്ത് ചെന്ന് കഴുക്കോലെടുത്ത് ഊന്നി യാതൊരു ആപത്തും കൂടാതെ കൊച്ചുണ്ണി വഞ്ചി കടവിലടുപ്പിച്ചു. എന്നാ കൊച്ചുണ്ണി ഇതിനു മുമ്പ് കഴുക്കോല് ഊന്നി മറ്റേ തോണി തുഴഞ്ഞിട്ടുണ്ടോ, കഴുക്കോല് കുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്ര കാലം ഉണ്ടായിട്ടില്ല. അതാണ് എല്ലാ വേലയ്ക്കും പ്രകൃത്യാ തന്നെ ഒരു വശത ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ ചിലർ, എന്ത് ജോലി കൊടുത്താലും കൃത്യമായിട്ട് നന്നായിട്ട് ചെയ്യണ ചിലരൊക്കെ ഉണ്ട്, അല്ലെ? നമുക്കും അറിയാം അങ്ങനെയുള്ള കുറെ പേര്. എന്ത് ജോലി കൊടുത്താലും അത് ചെയ്തിട്ടില്ലാത്ത ജോലി ആയാലും കൃത്യമായിട്ട് ചെയ്യും. ഇത് നടന്നതിന്റെ ശേഷം ഈ കടയിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ആലപ്പുഴയ്ക്കും അതുപോലെ കൊച്ചിക്കും കൊച്ചുണ്ണി തന്നെ പോവാൻ തുടങ്ങി. വഞ്ചിക്കാരനായിട്ട് വേറെ തോണിക്കാരനെ ഒന്നും വിളിക്കാറില്ലാന്ന് ആ കടക്കാരൻ. കൊച്ചുണ്ണിയാണ് വഞ്ചി തുഴയാറ് അതിന്റെ ശേഷം. അങ്ങനെയായപ്പോ ഈ പീഡികക്കാരന് തോന്നി, ഈ കൊച്ചുണ്ണിക്ക് ഇങ്ങനെ ആഹാരവും വസ്ത്രവും അന്നന്നത്തേക്കുള്ളത് മാത്രം കൊടുത്താ പോരാ, അവന് കുറച്ചും കൂടി എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ തോന്നി. അപ്പോ മാസം തോറും ഒരു സംഖ്യ അവന് ശമ്പളമായിട്ട് കൊടുത്തു തുടങ്ങി. ഇന്ന് അത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ കുറച്ച് പൈസ മാസം തോറും കൊടുക്കും. അത് അവൻ വീട്ടിൽ പോയിട്ട് അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ കൊടുക്കും, എന്നിട്ട് തിരിച്ചു പോരും. അങ്ങനെ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരു തങ്ങള് കായംകുളത്ത് വന്ന് താമസിച്ചിട്ട് ചില മുസ്ലിം
പയ്യന്മാരെ അഭ്യാസം പഠിപ്പിക്കുന്നുണ്ട്. ആയുധാഭ്യാസം, അതുപോലെ കായികാഭ്യാസം, അതൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്ന് കൊച്ചുണ്ണി അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒന്ന് കായികാഭ്യാസം പഠിച്ചാ കൊള്ളാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ തങ്ങളുടെ അടുത്ത് പോയി. തങ്ങളെ കണ്ടു. എനിക്കും കൂടി എന്നെയും കൂടി പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോ തങ്ങള് പറഞ്ഞു, നിന്നെയൊന്നും പഠിപ്പിക്കാൻ പാടില്ല. ഒന്നും പഠിക്കാഞ്ഞിട്ട് തന്നെ നിന്റെ പിതാവ്, അവന്റെ അച്ഛൻ, ബാപ്പ വലിയ അക്രമിയാണ്. ഒന്നും പഠിച്ചിട്ടില്ല. കാലം കൊണ്ട് അവനേക്കാളും വലിയ അക്രമിയായി തീരും നീയെ. അവന്റെ മകനല്ലേ നീയെ. ഇനി ഈ അഭ്യാസങ്ങളും കൂടി ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം മുടിക്കും. അതിന് കാരണമാവാൻ ഞാനില്ല. ഞാനാണ് ഇവനെ എങ്ങനെയാക്കിയതെന്ന് നാട്ടുകാരും ആൾക്കാരും പറയില്ലേ. എനിക്കത് കേൾക്കാൻ വയ്യ. അതിനല്ല ഞാൻ എൻ്റെ ശിഷ്യന്മാരെ ഈ അഭ്യാസങ്ങൾ പഠിപ്പിക്കണത് ശത്രുക്കളിൽ നിന്ന് എന്തെങ്കിലും ആപത്തുകൾ അവനവന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തടുക്കാനുള്ള ഒരു അഭ്യാസമാണ് ഞാൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കണത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്നെ ഞാൻ അഭ്യസിപ്പിക്കില്ല, പൊക്കോന്ന് പറഞ്ഞു, മടങ്ങി പൊക്കോന്ന് പറഞ്ഞു. അത് കേട്ട് കൊച്ചുണ്ണിക്ക് വലിയ കുണ്ഠിതായി തിരിച്ചു പോന്നു. എന്നാലും അവന് ആ മോഹം മനസ്സിൽ നിന്ന് കളഞ്ഞില്ല. ഇത് വേണ്ടെന്ന് വെച്ചില്ല. അപ്പോ രാത്രിയിലാണ് ഈ തങ്ങള് ഇത് ശിഷ്യരെ അഭ്യസിപ്പിക്കണത്. അതുകൊണ്ട് കൊച്ചുണ്ണിയെ എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ രാത്രിയിലായതുകൊണ്ട് കൊച്ചുണ്ണിക്ക് നല്ലൊരു തരായി. അത് പീടികയിലെ ജോലികളെല്ലാം ഒരു 8 മണി ഒക്കെ ആവുമ്പോഴേക്കും പിന്നെ ആൾക്കാർ വരാതെ ആവുമല്ലോ. അപ്പോഴത്തേനും കൊച്ചുണ്ണി പീടിക അടച്ച് അത്താഴവും കഴിച്ച് തങ്ങളുടെ കളരിയുടെ സമീപത്ത് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് അയാള് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കണ്ടുപഠിക്കും. അതെല്ലാം അവർക്ക് എന്തെല്ലാം തങ്ങള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ കൊച്ചുണ്ണിക്ക് വശായി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഈ കൊച്ചുണ്ണി ഒളിച്ചിരിക്കുന്നത് ആരൊക്കെ കണ്ടുപിടിച്ചു. വിവരം ഈ തങ്ങളെ അറിയിച്ചു. ഒട്ടനെ തങ്ങള് കൊച്ചുണ്ണിയെ വരാൻ പറഞ്ഞു. അപ്പൊ തങ്ങളുടെ ശിഷ്യന്മാരെ വിളിച്ചു അവനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. കൊച്ചുണ്ണിക്ക് ഒരു മടി ഉണ്ടായില്ലേ, ചെന്നു. അപ്പോ തങ്ങൾ അവനോട് ചോദിച്ചു, നീ എന്തെല്ലാം പഠിച്ചു എന്ന് ചോദിച്ചു. അപ്പോ കൊച്ചുണ്ണി ഒരു കളവും പറഞ്ഞില്ല. നിങ്ങള് ഇവിടെ പഠിപ്പിച്ചതെല്ലാം ഞാനും പഠിച്ചു എന്ന് പറഞ്ഞു കൊച്ചുണ്ണി. അപ്പൊ അത് കേട്ടപ്പോ അവനെ ഒന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചു തങ്ങള്. കൊച്ചുണ്ണിയോട് പറഞ്ഞു, എന്നാ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോ കാണിച്ചു കൊടുത്തപ്പോ സ്വന്തം ശിഷ്യര് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് കൊച്ചുണ്ണി ചെയ്യുന്നുണ്ട്. അഭ്യാസ വിഷയത്തില് കൊച്ചുണ്ണി നല്ല യോഗ്യനായി തീർന്നിരിക്കുന്നത് കണ്ടു തങ്ങൾക്ക് വലിയ ദേഷ്യവും അസൂയയും ഒന്നും അല്ല വന്നത്, സന്തോഷാ വന്നത്. നല്ല സന്തോഷമായി അവൻ ചെയ്യണത് കണ്ടപ്പോ. എന്നും രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണ ശിഷ്യന്മാര് ഇത്ര നന്നായിട്ട് ചെയ്യണില്ല. ഒളിച്ചിരുന്ന് കണ്ട കൊച്ചുണ്ണി അസലായിട്ട് അഭ്യാസം ചെയ്യണം. അപ്പോ തങ്ങൾക്ക് വലിയ സന്തോഷായി. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള ഇവനെ ഒന്ന് ശരിയായിട്ട് തന്നെ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു. എന്നും പതിവായിട്ട് ഇങ്ങനെ കളരിയിലേക്ക് ചെന്നോളാന് കൊച്ചുണ്ണിക്ക് അനുവാദം കൊടുത്തു. ആദ്യം വഴക്ക് പറഞ്ഞ് വിട്ടതാണെങ്കിലും അവന്റെ അഭ്യാസം കണ്ടപ്പോ മനസ്സിലായി ഇവനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലായി. പിറ്റേ ദിവസം മുതല് പതിവായിട്ട് കൊച്ചുണ്ണി എല്ലാ രാത്രിയിലും ഈ അഭ്യാസത്തിന് പരിശീലിക്കാൻ പോവാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ പോണുണ്ട് എന്നുള്ളത് കൊണ്ട്, രാത്രിയിലെ ഉറക്കമൊന്നും ഇല്ലാതെ അങ്ങനെ പോണുണ്ട് എന്നുള്ളത് കൊണ്ട് പീടികയിലെ പണി അവൻ മുടക്കിയതുമില്ല. അതും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല കൃത്യമായിട്ട് ചെയ്തിരുന്നു. വെട്ട്, തടവ്, എല്ലാ അഭ്യാസം, ഓട്ടം, ചാട്ടം, മറിച്ചിലും തിരിച്ചിലും എല്ലാം ചെയ്തു. ആകെപ്പാടെ കുറച്ച് ദിവസത്തെ അഭ്യാസം കൊണ്ട് കൊച്ചുണ്ണി ഒന്നാന്തര അഭ്യാസിയായി എന്നാണ് പറയുന്നത്.
തങ്ങൾക്ക് വലിയ സന്തോഷമായി. അപ്പോ ഈ തങ്ങൾക്ക് വേറെയും ചില സൂത്രങ്ങളൊക്കെ അറിയാം. ജാലവിദ്യ, അതുപോലെ കൺകെട്ട്, ആൾമാറാട്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അറിയാവുന്ന ആളാണ് ഈ തങ്ങള്. പക്ഷെ അതൊന്നും അധികം പ്രയോഗിക്കാറില്ല, ശിഷ്യരെ ഒന്നും പഠിപ്പിക്കാറും ഇല്ല. ഇദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ അറിയാം. അത് കൊച്ചുണ്ണിക്ക് നല്ല ബുദ്ധിയുണ്ട് ഇതൊക്കെ ഗ്രഹിക്കാൻ എന്ന് മനസ്സിലായത് കൊണ്ട് ആ കഴിവുകൾ ഒക്കെ ഈ കൊച്ചുണ്ണിക്ക് പറഞ്ഞു കൊടുത്തു. പണ്ട് നമ്മുടെ ദ്രോണര് അർജുനന് ചില സൂത്രവിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അസ്ത്രവിദ്യയില്. അതേപോലെയാണ്. അതേപോലെ ഏകലവ്യൻ മറഞ്ഞിരുന്നിട്ടാണ് ദ്രോണര് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മറഞ്ഞിരുന്ന് ആണ് ഏകലവ്യൻ പഠിച്ചത്, അല്ലെ? അതേപോലെയാണ് കൊച്ചുണ്ണിയും ചെയ്തത്. അപ്പോ ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഗുരുനാഥന്റെ അനുഗ്രഹം വാങ്ങി ഗുരുദക്ഷിണയൊക്കെ കൊടുത്ത് കൊച്ചുണ്ണി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോ തിരിച്ചുപോയി, പിരിഞ്ഞുപോയി, കളരിന്ന് പിരിഞ്ഞുപോയി. പിന്നെ അത് മാത്രമല്ല, ഈ പീടികയിലെ മുതലാളിയുടെയും അതുപോലെ പീടികയിലേക്ക് വരുന്ന ആൾക്കാരുടെയും ഒക്കെ സഹായത്തോടെ എല്ലാവരുമായിട്ട് ലോഹ്യായല്ലോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് എഴുതാനും വായിക്കാനും കൂടി അവൻ വശാക്കി കാലക്രമേണ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യ ആവാറായി. ആ സമയത്ത് ഏവൂര് ക്ഷേത്രത്തിൽ നിന്ന് ശാന്തിക്കാരൻ കുറച്ച് ശർക്കര, അത്യാവശ്യമായിട്ട് അമ്പലത്തിലേക്ക് ശർക്കര എടുക്കാനില്ല എന്നും പറഞ്ഞിട്ട് കുറച്ച് പൈസയും സഞ്ചിയൊക്കെ ആയിട്ട് ആളെ പറഞ്ഞയച്ചു. കുറച്ച് വേഗം പോയി കുറച്ച് ശർക്കര മേടിച്ചു കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട്. അപ്പോ പീടികയിലും ഇല്ല ശർക്കര. നോക്കുമ്പോ ശർക്കര കൊണ്ടുവന്ന് വെച്ചത്, വീട്ടിൽ നിന്ന് ശർക്കര കൊണ്ടുവച്ചതൊക്കെ പീടികയിൽ കഴിഞ്ഞിരിക്കണം. അപ്പൊ മുതലാളി പറഞ്ഞു കൊച്ചുണ്ണിയോട്, വീട്ടിൽ പോയിട്ട് ശർക്കര കുറച്ച് എടുത്തു കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. വീട് പീടികയുടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പൊ വീട്ടിൽ ചെന്ന് വിളിച്ചു, പടിപ്പരയില് അവിടെ ചെന്ന് വിളിച്ചു. മുതലാളിയുടെ പടിപ്പരയ്ക്ക് ചെന്ന് വിളിച്ചപ്പോ ആരും മിണ്ടണില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇതെന്തായാലും അമ്പലത്തിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ, അപ്പൊ കുറച്ച് ധൃതിയുണ്ട്. അങ്ങനെ ആരും മിണ്ടില്ല. ഒരു 3-4 വിളിച്ചിട്ട് ആരും മിണ്ടിയില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു, ഈ അഭ്യാസിയല്ലേ, അപ്പോഴാ അവൻ അങ്ങോട്ട് മലക്കം പറഞ്ഞിട്ട് ആ മതില് അങ്ങോട്ട് ചാടിക്കടന്നു. അങ്ങോട്ട് ചാടിക്കടന്നിട്ട് അവിടെ ഇറയത്ത് ചാക്കില് കെട്ടിവെച്ചിട്ടുണ്ട് അത്ര ശർക്കര. അതിൽ നിന്ന് കുറച്ച് ശർക്കരയും സഞ്ചിയിൽ തൂക്കി അവൻ തിരിച്ചും അതുപോലെ മലക്കം മറിഞ്ഞ് അപ്പുറത്ത് കടന്ന് കടയിലേക്ക് കൊണ്ടുപോയി ശർക്കര തൂക്കി കൊടുത്തു. പിറ്റേ ദിവസം ഈ പീടികക്കാരൻ അറിഞ്ഞു ഇവൻ കാണിച്ച വിദ്യയൊക്കെ ആരോ പറഞ്ഞിട്ട് കേട്ടു. അപ്പോ ഈ തങ്ങളുടെ അടുത്ത് രാത്രിയില് അഭ്യാസം പഠിക്കാൻ പോയ കാര്യമൊന്നും ഈ പീടിക മുതലാളിക്ക് അറിയില്ല. അതുവരെ കൊച്ചുണ്ണി ആരോടും പറഞ്ഞിട്ടില്ല അത്. അങ്ങനെ കൊച്ചുണ്ണി ഈ അഭ്യാസം കാണിച്ചപ്പോ ആരോ അറിഞ്ഞിരിക്കണം. അങ്ങനെ കൊച്ചുണ്ണിയോട് ചോദിച്ചു. അപ്പൊ തങ്ങളുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ അഭ്യാസങ്ങളൊക്കെ പഠിച്ചു എന്ന് കൊച്ചുണ്ണി സത്യം പറഞ്ഞു. കൊച്ചുണ്ണി നുണ പറയാറില്ല, അതാണ് കൊച്ചുണ്ണിന്റെ പ്ലസ് പോയിന്റ്. കളവ് ചെയ്യാറില്ല. അത് അങ്ങനെയുള്ള സത്യസന്ധതയാണ് പ്ലസ് പോയിന്റ് കൊച്ചുണ്ണിയുടെ. അതുകൊണ്ടാണ് ഇത്രയും പ്രശസ്തനായത്. അല്ലെങ്കിൽ ഒരു കള്ളൻ ഇത്രയ്ക്ക് പ്രശസ്തനാവോ? ഇല്ലല്ലോ. കൊച്ചുണ്ണിയെ അടുത്ത് വിളിച്ചിട്ട് മുതലാളി ചോദിച്ചു, നീ എങ്ങനെയാ ശർക്കര എടുത്തുകൊണ്ടുവന്ന? വീട്ടിലെ ആളുണ്ടായിരുന്നില്ലല്ലോ. വീട്ടിലുള്ളവരൊക്കെ കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. അന്നെല്ലാം ഗേറ്റും വാതിലും ഒക്കെ പൂട്ടി അടുത്ത എവിടെയുള്ള കുളത്തിൽ പോയി കുളിക്കാൻ പോയപ്പോ എല്ലാം ആരും ഇല്ലല്ലോ വെച്ചിട്ട് എല്ലാം അടച്ചു പൂട്ടി പോയതാണ്. പിന്നെ എങ്ങനെയാണ് നീ ശർക്കര എടുത്തേ എന്ന് ചോദിച്ചു. കൊച്ചുണ്ണി ഒന്നും മറച്ചു വെക്കാതെ ഞാൻ ഉണ്ടായത് മുഴുവൻ ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോ പീടിക മുതലാളിക്ക് എന്തോ ഒരു പേടി തോന്നിയിട്ടുണ്ടാവും. എത്ര സത്യസന്ധനായാലും ഇതുപോലെ ഒരു അഭ്യാസിയാണ് ഇവിടെ നിൽക്കണത്,
ആരുമില്ലാത്തപ്പോ വീട്ടിൽ കയറി ഇതുപോലെ മതില് ചാടി, അല്ലെ ഇനിയിപ്പോ ഇവനെന്താ മനസ്സിൽ തോന്നുക? മനുഷ്യനല്ലേ, അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അബദ്ധം ഇവൻ കാണിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും മുതലാളി പറഞ്ഞു, നിന്നോട് എനിക്ക് ഒരുപാട് വിശ്വാസം, നിന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീ ഇവിടെ വന്നപ്പോ മുതൽ നീ എല്ലാം ഒരുപാട് സഹായങ്ങള് എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു കാലത്തും നിന്നെ മറക്കൂല്ല ഞാന്. ഇനിയും നിന്റെ സഹായങ്ങൾ എനിക്ക് വേണം താനും. ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ നീ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരേണ്ടി വരും. എന്നാലും ഇനി നീ ഇവിടെ താമസിക്കണം എന്ന് തോന്നണില്ല. ഞാനിങ്ങനെ പറയണത് കൊണ്ട് നിനക്കൊരു മനസ്താപമൊന്നും തോന്നരുത് കേട്ടോ. എന്നും നീ എൻ്റെ ഒരു ബന്ധുവായിട്ട് തന്നെ ഇരിക്കണം. ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ വിളിച്ചാലൊക്കെ വരണം. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ സഹായം ഞാൻ നിനക്കും ചെയ്തു തരാം. എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വരെയുള്ള കണക്കൊക്കെ തീർത്ത് എല്ലാം ശമ്പളം കൊടുക്കാനുള്ളതും എല്ലാം കൊടുത്ത് കുറച്ച് പൈസ അധികവും കൊടുത്തു. സമ്മാനായിട്ട് കുറച്ച് പൈസ പിന്നെയും കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോ കൊച്ചുണ്ണി അവിടുന്ന് തിരിച്ചു പോന്നു. ഒരു 10 കൊല്ലം, 10 വയസ്സിലാണല്ലോ ഈ പീടികയില് പോയി നിന്നത്. 10 കൊല്ലമായി. അപ്പോഴത്തേനും ഒരു 10 കൊല്ലമൊക്കെ ആയിത്രേ. അപ്പോ ആ 10 കൊല്ലം കടയിൽ സത്യസന്ധമായിട്ട് നിന്നതിനുള്ള കുറച്ച് സന്തോഷമായിട്ട് കുറച്ച് പൈസ അധികവും കൊടുത്തു അത്രേ. അങ്ങനെ ആ പീടികയെന്ന് പോന്നു. അങ്ങനെ 10 കൊല്ലത്തോളം ഒന്ന് നിന്നു എന്ന് വേറെ പറയണ്ടല്ലോ. കൊച്ചുണ്ണി സ്വന്തം ഗൃഹത്തിൽ പോയി താമസം തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ പറയാം. അതുവരെ എല്ലാവരും ഈ കഥ കേട്ട് അഭിപ്രായങ്ങൾ പറയണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കഥ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാവരിലേക്കും എത്തട്ടെ ഈ കഥ എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ഇത് പറഞ്ഞു വെക്കണത്. അപ്പൊ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കൂ, ഷെയർ ചെയ്യൂ കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.